Hello, good evening. You are listening to Kerala's number one FM, Club FM. This is Love Bites. കൂടെ മനസ്സ് നിറയെ പ്രണയവുമായി റീനു. നിന്റെ സ്വപ്നങ്ങൾ നീ കണ്ണിൽ സൂക്ഷിക്കരുത്. അകന്നിരിക്കുമ്പോൾ അത് കണ്ണീരിൽ അലിഞ്ഞു പോകും. പകരം നിന്റെ സ്വപ്നങ്ങൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. കാരണം നിന്റെ ഓരോ ഹൃദയമിടിപ്പിലും ഞാനുണ്ട്. എൻ്റെ പ്രണയം നിന്നിൽ തുടങ്ങുന്നു, നിന്നിൽ തീരുന്നു. നീ എന്നെ അറിഞ്ഞാലും ഇല്ലെന്ന് നടിച്ചാലും ഇനി നിരസിച്ചാലും എൻ്റെ ഉള്ളിൽ നിറയെ നീ ആയതുപോലെ നിന്റെ ഉള്ളിലും ഞാനായിരിക്കണം എന്നൊക്കെ പറയാനായിട്ട് എന്തൊരു എളുപ്പമാണ്. പക്ഷെ പ്രണയം അത് പിടിച്ചു വാങ്ങാനായിട്ട് പറ്റുമോ? കൊതിക്കാമെന്ന് മാത്രമല്ലേ ഉള്ളൂ. പ്രണയത്തെ സ്നേഹിക്കുന്ന, പ്രണയത്തിലായിരിക്കുന്ന എല്ലാവർക്കുമായി ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ റീനു, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഒരുമിച്ച് നിൽക്കുന്ന പൂക്കളേക്കാൾ എനിക്കിഷ്ടം വേറിട്ട് നിൽക്കുന്ന പൂക്കളെയാണ്. കാരണം അവയ്ക്ക് വേർപാടിൻ്റെ വേദന അറിയാം. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ റീനു. ഒന്നുകൂടി തെളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരിക്കൽ പ്രണയം നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ വില അല്ലെങ്കിൽ അതിൻ്റെ വേദന കൂടുതൽ മനസ്സിലാക്കുന്നുവെന്ന്. ആദ്യ പ്രണയം സ്വന്തമാക്കിയ എത്ര പേരുണ്ട് നമ്മുടെ കൂടെ? ശരിക്കും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറവായിരിക്കത്തില്ലേ? ഒന്നെങ്കിൽ തുറന്നു പറയാതെ മറ്റേ അറിയിക്കാതെ അതങ്ങ് നഷ്ടപ്പെടും. അതല്ലെങ്കിൽ നമ്മുടെ ഇമ്മച്യൂരിറ്റി കൊണ്ട് അതൊരു നഷ്ടപ്രണയമായി മാറും. ഒരു നഷ്ടപ്രണയം അറിഞ്ഞവനെ പ്രണയത്തെ കൂടുതൽ മനസ്സിലാക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടേ ശരിയല്ലേ? ആദ്യ പ്രണയത്തിൽ നമ്മളൊക്കെ കെയർലെസ് ആയിരിക്കും, കൂടുതൽ പൊസസീവ് ആകും, സെൽഫിഷ് ആകും. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രണയത്തിൻ്റെ വില മനസ്സിലാക്കത്തില്ല. ഇങ്ങനെയൊക്കെ ആയാൽ പിന്നെ ഈ പ്രണയം നഷ്ടപ്പെടുമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. അപ്പം നമുക്ക് തോന്നും, ഈശ്വര വേണ്ടായിരുന്നു. പക്ഷെ ഒന്ന് പഠിക്കും കേട്ടോ, ഇനി പ്രണയിച്ചിട്ടുണ്ട് ഇത് ഞാൻ ആവർത്തിക്കത്തില്ല എന്ന്. അല്ലേ? അതെ, ഫേസ്ബുക്കിൽ ഒന്ന് ലോഗിൻ ചെയ്യൂ. ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ പോയിട്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം തരണേ. ആൻഡ് കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് എഫ് എം ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എൻ്റെ കൂടെ ലൈനിൽ ഗായത്രി. എനിക്കൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ആരെയോ ബർത്ത്ഡേ വിഷ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ്. അതെ, ഒരു പ്രണയത്തിനുള്ള പ്രായമൊക്കെ ആയോ? പ്രായം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നു. 24 വയസ്സായിരുന്നു. കഴിഞ്ഞിട്ടൊന്നുമില്ല, പ്രണയം എപ്പോഴേ സംഭവിക്കാലോ. അതെ, എനിക്ക് ഈ കഥ അറിയണം. ആരാണ് കക്ഷി? എവിടെ വെച്ച് കണ്ടു? ഓഹോ, കഥ അറിയാൻ ജീവിതം വഴിമുട്ടിക്കാനാണ് ഉദ്ദേശിച്ചിറങ്ങിയിരിക്കുന്നത് അല്ലേ? ഇല്ല, ആളുടെ പേരൊന്നും പറയണ്ട, കഥ മാത്രം പറഞ്ഞാൽ മതി. ആളുടെ പേര് പറഞ്ഞുതരാം, സ്ഥലവും പറഞ്ഞുതരാം, എന്തും പറഞ്ഞുതരാം. ആളുടെ പേര് ഷിൻഡോ എന്നാണ്. പാലക്കാടാണ് സ്ഥലം. ഞങ്ങളൊരു 6-7 കൊല്ലമായിട്ട് ഇഷ്ടത്തിലാണ്. സ്മോൾ തീഫ്. 7 കൊല്ലമായിട്ടുള്ള പ്രണയോ? ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ തുടങ്ങി. എന്നിട്ട് ഇപ്പോ രണ്ടുപേരും വർക്ക് ചെയ്യാണ്. ഒരേ ഫോമിലാണ്, പക്ഷെ രണ്ടും 2 ഡിസ്ട്രിക്റ്റ് ആണെന്നേ ഉള്ളൂ. ഓ, എന്തെങ്കിലും ഒരിക്കലും ഒരുമിച്ചാകാം എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഒരു കാര്യം മനസ്സിലായി, ഇതൊരു നോവലാണ്, കഥയല്ല. സോ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ ഈ പാട്ടുകൾക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ്. കൂടെ റീനു മാത്രമല്ല, ഗായത്രി ഉണ്ട്. ഗായത്രി 7 വർഷമായിട്ട് പ്രണയത്തിലാണ്. വീട്ടിൽ പറഞ്ഞിട്ടില്ലേ? വീട്ടുകാരോട് പറഞ്ഞായിരുന്നു, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. അതെന്നാ സമ്മതിക്കാത്ത? അവർക്ക് എന്തോ ഒരു താല്പര്യക്കുറവ്. വേറൊന്നുമല്ല, രണ്ടും 2 കാസ്റ്റ്, റിലിജിയൻ എല്ലാം വ്യത്യാസമാണ്. തട്ടത്തിൻ മറയത്തെത്തി നമ്മൾ. അനിയത്തി പ്രാവ് പോലെ തീർന്നാൽ മതിയായിരുന്നല്ലേ? അമ്മയും അച്ഛനൊക്കെ വന്നിട്ട് അവളെ എനിക്ക് തരൂന്ന് പറയുന്ന പോലെ. അതുപോലെ ആയാൽ മതിയെന്ന് ഞാൻ എല്ലാ ദിവസം പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് ആരെയും വിഷമിക്കുന്ന ഇഷ്ടമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഒളിച്ചോട്ടം ഇറക്കിപ്പോക്ക് ഒന്നും എനിക്ക് താല്പര്യമില്ല. ആദ്യം നമ്മളെന്താ ഇതൊന്നും ആലോചിക്കാന്ന്? എന്റെ അച്ഛൻ കുറച്ച് ഫോർവേഡ് തിങ്കിങ് ആണ്. അപ്പൊ കുട്ടിക്കാരന് ഇപ്പോഴും ഒരു നെഗറ്റീവ് ഒന്നുമില്ല. ചേട്ടന്റെ വീട്ടിലാണ് പ്രശ്നം പറയുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലല്ല അത്രയും കുഴപ്പം. എന്റെ വീട്ടിൽ ഇപ്പൊ കുഴപ്പം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 24 വയസ്സായല്ലോ അല്ലേ? അതെ, അവർക്ക് ഇനി ഇരുത്താൻ പറ്റില്ല എന്നാണ് അവര് പറയുന്നത്. എന്തായാലും ഇപ്പൊ ഒരു തീരുമാനം എടുത്ത് കാണത്തില്ലേ? അതറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ ഈ പാട്ടുകൾക്ക് ശേഷം
കേട്ടുകൊണ്ടിരിക്കൂ. കാരണം ഇവിടെ മാത്രം കണക്കിന് റൊമാൻസ്.